ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വെള്ളം തീർത്ഥം പോലെ ജനങ്ങളിൽ എത്തിക്കാനൊരുങ്ങി കുടുംബശ്രീ. ജലം കിട്ടാക്കനിയാവുന്ന സാഹചര്യത്തിലാണ് ദാഹമകറ്റാൻ തീർത്ഥം നൽകാൻ ഈ പെൺകൂട്ട് സന്നദ്ധരാകുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ സഹകരണത്തോടെ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കുടുംബശ്രീയുടെ ഈ സംരംഭം ഇനി സജ്ജമായിരിക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സർവീസ് ബുക്ക് കാണാതായ സംഭവത്തെ തുടർന്ന് ജീവനക്കാരിക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ DDA ഉപരോധിച്ചു. ₹30,20,000 നിരോധിത കറൻസിയുമായി മൂവർ സംഘം കൊടുവള്ളിയിൽ പോലീസ് പിടിയിലായി. സ്വർണ്ണ വ്യാപാരികൾക്കുമേൽ പർച്ചേസ് ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് അന്യായമാണെന്ന് കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. വാണിജ്യ നികുതി നിയമലംഘനമാണിതെന്നും കമ്മിറ്റി. വാർത്തകൾ വിശദമായി. DDE ഓഫീസിൽ സർവീസ് ബുക്ക് കാണാതായ സംഭവത്തെ തുടർന്ന് അന്വേഷണ വിധേയമായി ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ DDE ഗിരീഷ് ചോലയിലിനെ ഉപരോധിച്ചു. ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വ്യക്തിവൈരാഗ്യം തീർക്കാനുമാണെന്നും NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C പ്രേമവല്ലി പറഞ്ഞു. DDE ഓഫീസിലെ ക്ലർക്ക് KV ചന്ദ്രശേഖരൻ എന്നയാളുടെ സർവീസ് ബുക്കാണ് 10 മാസമായി കാണാതായത്. ഇതിൽ കുറ്റക്കാരിയെന്ന് കണ്ടാണ് CK ലേഖ എന്ന ജൂനിയർ ക്ലർക്കിനെ അന്വേഷണ വിധേയമായി DDE സസ്പെൻഡ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചാണ് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ DDA ഉപരോധിച്ചത്. മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കാതെയും വിഷയം ചർച്ച ചെയ്യാതെയും DDE ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C പ്രേമവല്ലി പറഞ്ഞു. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വ്യക്തിവൈരാഗ്യം തീർക്കാനുമാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഇതിനു മുമ്പ് ഈ വിദ്യാഭ്യാസ ഓഫീസിൽ രാഷ്ട്രീയ പ്രേരിതമായി ഒരുപാട് സ്ഥലമാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയത്. അതിന്റെ പിന്തുടർച്ച എന്ന പോലെ തന്നെ NGO അസോസിയേഷന്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഒരു മെമ്പർ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നമ്മുടെ ഒരു വനിതാ ജീവനക്കാരിയെ ഇന്നലെ അന്യായമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ജൂനിയർ ക്ലർക്കിന്റെ മുകളിൽ സെക്ഷൻ ഓഫീസറും സൂപ്രണ്ടും വിദ്യാഭ്യാസ ഓഫീസറും ഇരിക്കുമ്പോൾ സർവീസ് ബുക്ക് കാണാതായതിന്റെ ഉത്തരവാദിത്തം ജൂനിയർ ക്ലർക്കിന്റെ തലയിൽ വെച്ച് കൈകഴുകുന്ന നടപടി DDE അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു. ഇതിൽ അന്വേഷണം പൂർത്തീകരിച്ച് മാർച്ച് 25-നകം DDE റിപ്പോർട്ട് സമർപ്പിക്കണം. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് NGO അസോസിയേഷൻ നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. DDE ഓഫീസിൽ നടന്ന ഉപരോധ സമരത്തിന് NP ബാലകൃഷ്ണൻ, രഞ്ജിത്ത് K, അഖിലേഷ്, അഞ്ജുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ₹30,20,000 നിരോധിത കറൻസിയുമായി 3 പേർ കൊടുവള്ളിയിൽ പിടിയിൽ. ഫറൂഖ് ചുങ്കം വൈറ്റ് ഹൌസിൽ റിയാസ്, ചാലിയം അറക്കൽ മുഹമ്മദ് അസ്ലം, ബേപ്പൂർ ആനന്ദ് ഹൌസിൽ അജിത്ത് തുടങ്ങിയവരെയാണ് താമരശ്ശേരി DYSP K അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. നിരോധിത കറൻസിയുമായി കൊടുവള്ളിയിൽ നിന്നാണ് മൂവർ സംഘത്തെ പോലീസ് പിടികൂടിയത്. ₹30,20,000 കറൻസി ഇവരുടെ പക്കൽ നിന്ന് താമരശ്ശേരി DYSP K അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് പിടികൂടി. കറൻസി കൈമാറ്റം ചെയ്യുന്നതായി രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകൾ പിടിച്ചെടുത്തത്. ഫറൂഖ് ചുങ്കം വൈറ്റ് ഹൌസിൽ റിയാസ്, ചാലിയം അറക്കൽ മുഹമ്മദ് അസ്ലം, ബേപ്പൂർ ആനന്ദ് ഹൌസിൽ അജിത് തുടങ്ങിയവരാണ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഇവരെ വൈകിട്ട് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. നിരോധിത കറൻസികൾ കൂടുതലുള്ള സാഹചര്യത്തിൽ പരിശോധനകൾ വ്യാപകമാക്കാനാണ് പോലീസ് നീക്കം. സംഭവത്തിൽ കൂടുതൽ കണ്ണികളുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലും അന്വേഷണം പുരോഗമിപ്പിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സ്വർണ്ണ വ്യാപാരികൾക്കുമേൽ പർച്ചേസ് ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് അന്യായമാണെന്ന് കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. കോമ്പൌണ്ടിംഗ് സമ്പ്രദായത്തിൽ നികുതി അടയ്ക്കുന്നവർക്ക് വാങ്ങൽ നികുതി ഇല്ലെന്ന വാണിജ്യ നികുതി നിയമത്തിന്റെ ലംഘനമാണിതെന്നും കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സ്വർണ്ണ വ്യാപാരികൾക്കുമേൽ പർച്ചേസ് ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് അന്യായമാണെന്നും കോമ്പൗണ്ടിംഗ് സമ്പ്രദായത്തിൽ നികുതി അടയ്ക്കുന്നവർക്ക് വാങ്ങൽ നികുതി ഇല്ലെന്ന വാണിജ്യ നികുതി നിയമത്തിന്റെ ലംഘനമാണതെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ നില തുടർന്നാൽ വ്യാപാരവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. കടകൾ അടച്ചുപൂട്ടുകയേ നിർവാഹമുള്ളൂ. ഏപ്രിൽ 1 മുതൽ എങ്ങനെ നികുതി പിരിക്കണമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടില്ലെന്നും GST വരുന്നതുവരെയുള്ള നികുതി ഘടന എന്താണെന്ന് വ്യക്തമാക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള എല്ലാവരും അത് ശരിയാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനം സബ്ജക്ട് കമ്മിറ്റിക്ക് ഈ നില വിട്ടിട്ടുണ്ട്. അത് സബ്ജക്ട് കമ്മിറ്റിയിൽ ഉചിതമായ തീരുമാനം വരുന്നവരെ ഞങ്ങൾ സമരം ശക്തമായി തുടരുകയാണ്. കോമ്പൗണ്ടിംഗ് സമ്പ്രദായം 1 വർഷത്തേക്കാണ് വ്യാപാരികൾക്ക് നിർണയിച്ചു നൽകുന്നത്. 3 മാസത്തേക്ക് മാത്രമായി നികുതി കോമ്പൗണ്ട് ചെയ്യാൻ വ്യാപാരികൾക്ക് കഴിയില്ല. നികുതികൾ ചുരുക്കിവെച്ച് എല്ലാ വ്യാപാരികളെയും നികുതിയുടെ കീഴിൽ കൊണ്ടുവരണം. ഇറക്കുമതി തീരുവ കുറച്ചാൽ തന്നെ കള്ളക്കടത്തും അതുവഴി കള്ളപ്പണവും വ്യാപകമായി തടയാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MP അഹമ്മദ്, കോർഡിനേറ്റർ S അബ്ദുൽ നാസർ, ബാബു M ഫിലിപ്പ്, ഐമു ഹാജി, AK നിഷാദ്, സുരേന്ദ്രൻ കൊടുവള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ത്രീ സുരക്ഷയ്ക്കായി കോർപ്പറേഷൻ പദ്ധതികൾ ഒരുക്കുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിക്കുന്ന ഷോർട്ട് സ്റ്റേ ഹോം ആദ്യഘട്ട നടപടിയെന്നും മേയർ പറഞ്ഞു. സനാന വുമൺസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠന ആവശ്യങ്ങൾക്കും മറ്റ് ജോലി ആവശ്യങ്ങൾക്കുമായി ദൂരദേശങ്ങളിൽ നിന്ന് നഗരത്തിലെത്തുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് കാലിക്കറ്റ് വുമൺസ് എംപവർമെന്റ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. സനാന വുമൺസ് ഹോസ്റ്റലിലൂടെ സ്ത്രീകൾക്ക് തൃപ്തികരമായ താമസ സൌകര്യം, ഭക്ഷണം എന്നിവ ഇനി നഗരമധ്യത്തിൽ തന്നെ ഒരുങ്ങും. ക്രിസ്ത്യൻ കോളേജിന് സമീപം ബാലൻ K നായർ റോഡിൽ അശോകപുരത്ത് ആരംഭിച്ച ഹോസ്റ്റലിന്റെ ഔപചാരിക ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദൂരത്ത് നിന്ന് നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ആശ്രയകേന്ദ്രമൊരുക്കാൻ കോർപ്പറേഷൻ നടപടികൾ സ്വീകരിക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഷോർട്ട് സ്റ്റേ ഹോം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പരിഗണനയിലുണ്ടെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരം വളരെയധികം വളർന്നു വരികയാണ്. നിരവധി പേർ അതാത് ദിവസങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി നമ്മുടെ നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനും വലിയ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്, വലിയ പണച്ചെലവുള്ളതാണ്. അതിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചുകൊണ്ട് വളരെ പരിമിതമായ ചാർജ് ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് താമസവും ഭക്ഷണ സൗകര്യവും ഒക്കെ നൽകാനുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിർവഹിക്കുന്നത്. 32 പേർക്കുള്ള താമസ സൌകര്യമാണ് സനാന വുമൺസ് ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. TV, ബാത്റൂം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണം ലഭ്യമാക്കാൻ 60 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. ദിവസം 130 രൂപ നിരക്കിൽ താമസ സൌകര്യവും ഇവിടെ സജ്ജമാണ്. തിങ്കളാഴ്ച മുതൽ പ്രവർത്തനമാരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ NK സുധ, MB റംസി ഇസ്മായിൽ, പൊതുമരാമത്ത് സമിതി ചെയർമാൻ TV ലളിതപ്രഭ, ക്ഷേമകാര്യ സമിതി ചെയർമാൻ അനിത രാജൻ, ഷീജ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ദൌത്യവുമായി കുടുംബശ്രീയുടെ തീർത്ഥം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിൽ 3 പ്ലാന്റുകൾ സ്ഥാപിക്കും. കോർപ്പറേഷൻ പഴയ ഓഫീസ് സമുച്ചയത്തിൽ മാർച്ച് 18-ന് ആദ്യ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ സഹായത്തോടെ കോർപ്പറേഷൻ കുടുംബശ്രീ CDS ശുദ്ധജലം ലളിതമായ വ്യവസ്ഥയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി നഗരപരിധികളിൽ 3 പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ പഴയ ഓഫീസ് സമുച്ചയ കോമ്പൗണ്ടിൽ അതിലൊന്നിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിനും ജലസ്രോതസ്സുകൾ കച്ചവടവത്കരിക്കുന്ന ജനദ്രോഹ കമ്പനികൾക്കെതിരെയും സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക ഏകീകരണത്തിനും കൈമുതലാവുന്ന ഈ പദ്ധതി 45 ദിവസത്തെ നിർമ്മാണ പ്രവർത്തന കാലാവധിക്കുള്ളിൽ നിലവിൽ വരും. 10,000-കണക്കിന് വീടുകൾക്കും 1000-ൽ പരം വീട്ടമ്മമാർക്കും പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി കുറഞ്ഞ നിരക്കിൽ യഥേഷ്ടം കുടിവെള്ളം ലഭ്യമാക്കും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി MB റംസി ഇസ്മായിൽ, PC കവിത, PP ഷീജ, പ്രമീള ദേവദാസ്, ബീന K തുടങ്ങിയവരും പങ്കെടുത്തു. നമുക്ക് 3 സ്ഥലങ്ങളിൽ പ്ലാന്റ് അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രാൻസിസ് റോഡ്, ഒന്ന് പഴയ ഓഫീസ് കെട്ടിടം, മറ്റൊന്ന് എലത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഈ 3 സ്ഥലങ്ങളിൽ ആദ്യത്തെ സംരംഭത്തിന്റെ തറക്കല്ലിടലാണ് നാളെ പഴയ കോർപ്പറേഷൻ ഓഫീസിൽ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943894360 8943894364. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറക്കി കുട നിർത്തിയ തണൽ വൃക്ഷങ്ങളിനി നഗരത്തിന് ഓർമ്മ മാത്രം. നട്ടുവളർത്തേണ്ടവർ തന്നെയാണ് വെട്ടിവീഴ്ത്തിയത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ താങ്ങാനാവാതെ നഗരം തണൽ തേടുമ്പോഴാണ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ ഇത്തരമൊരു അനീതി അരങ്ങേറിയത്. മരം ഒരു വരമെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചവർ തന്നെ ഈ തണൽമരങ്ങളുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന പ്രവണതയെ എന്തു പേരിട്ട് വിളിക്കണമെന്നറിയില്ല. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്തായി പടർന്നു പന്തലിച്ചു നിന്ന തണൽ വൃക്ഷങ്ങളാണ് ഒരു സൂര്യാസ്തമയത്തോടുകൂടി അപ്രത്യക്ഷമായത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ താങ്ങാനാവാതെ നാടും നഗരവും നെട്ടോട്ടമോടുമ്പോഴാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു അനീതി. പറയേണ്ടതും പരാതിപ്പെടേണ്ടതും ആരോടാണെന്നറിയില്ല. വെട്ടിവീഴ്ത്തിയത് സാമൂഹ്യ വിരുദ്ധരോ നാട്ടുകാരോ അല്ല. ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുറ്റത്താണ് തലയുയർത്തി നിന്ന തണൽമരങ്ങൾക്കുമേൽ കോടാലി വീണത്. നട്ടു വളർത്തേണ്ടവർ തന്നെ വെട്ടിവെളുപ്പിക്കുമ്പോൾ ആരാണിതിനെതിരെ പ്രതികരിക്കേണ്ടത്? ചുട്ടുപൊള്ളുന്ന മധ്യവേനലിനെ താങ്ങാനാവാതെ മാനാഞ്ചിറയിലെത്തുന്നവർക്ക് അഭയം തീർത്ത ഈ തണൽവൃക്ഷങ്ങൾ ഒരു രാവോടെ അപ്രത്യക്ഷമായത് എങ്ങനെയെന്ന് പരസ്പരം ചോദിക്കുകയാണ് പൊതുജനങ്ങളും. നഗരത്തിന്റെ തുടിപ്പും താളവും അറിഞ്ഞ് സ്വയം വളർന്നു പന്തലിച്ച തണൽവൃക്ഷങ്ങളെയാണ് വെട്ടിവീഴ്ത്തിയത്. ആര് ചോദിച്ചില്ലെങ്കിലും ഇനി വരുന്ന മധ്യവേനൽ കാലങ്ങളിൽ പ്രകൃതി നൽകും ഈ അനീതിക്കുള്ള ചുട്ടുപൊള്ളുന്ന മറുപടി. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം അരുണിമ വിജയൻ, കോഴിക്കോട്. വരകളിൽ വർണ്ണവിസ്മയം ചാലിച്ച് പ്രീതി ആർ വാര്യരുടെ നിറമാല ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ജയരാജ് വാര്യർ, ജയപ്രകാശ് കൂളൂർ, പൊന്നൻ ചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരിയുടെ മനസ്സിലെ ഭാവനകളാണ് ക്യാൻവാസിൽ നിറക്കൂട്ടുകളാൽ വിരിഞ്ഞത്. അക്രിലിക് മാധ്യമത്തിൽ വരച്ചു ചേർത്ത 35ഓളം ചിത്രങ്ങൾ നിറമാല എന്ന പേരിൽ വർണ്ണപ്പെയ്തൊരുക്കുന്നു. നിറഭേദങ്ങളുടെ അകമ്പടിക്കൊപ്പം ആശയങ്ങളുടെ വൈവിധ്യതയും ചിത്രങ്ങളിൽ കാണാം. കാഴ്ചക്കാരെ വിശാലമായ ലോകം പരിചയപ്പെടുത്തുന്ന പ്രകൃതി ദൃശ്യങ്ങളും ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ചിത്രങ്ങളിൽ എല്ലാ വിഷയങ്ങളും വന്നിട്ടുണ്ട്. അതിൽ നേച്ചറാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രാവശ്യം. ഇലകളും പൂക്കളും എല്ലാം ഉണ്ട്. പിന്നെ വിവേകാനന്ദൻ ചെയ്തിട്ടുണ്ട്, വിഷ്ണുപാദം, അതൊക്കെയാണ് കുറച്ചും കൂടി. ബുദ്ധൻ, പിന്നെ ഗാന്ധിജിയുടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു വേർലി ആർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ചിത്രകാരിയുടെ ശ്രമം ഏറെക്കുറെ വിജയമെന്ന് സൂചിപ്പിക്കുന്നവയാണ് ചിത്രങ്ങൾ. പശ ഉപയോഗിച്ചൊരുക്കിയ പാവയ്ക്ക, മരച്ചില്ലകൾ കൊണ്ടൊരുക്കിയ കിളിക്കൂട് തുടങ്ങിയവ ആകർഷകമാണ്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ജയരാജ് വാര്യർ, ജയപ്രകാശ് കൂളൂർ, പൊന്നം ചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആചാര്യശ്രീ രാജേഷ്, ചിത്രകാരി പ്രീത ആർ വാര്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് കൂത്താളി ജില്ലാ കൃഷിഫാമിലെ കൃഷിവകുപ്പിന്റെയും കെയർഫെഡിന്റെയും കൊപ്ര ഡ്രയർ തകരാറിലായി. ഇതോടെ കർഷകരിൽ നിന്നും സംഭരിച്ച 80,000-ഓളം വരുന്ന പച്ചത്തേങ്ങയും ഉണങ്ങിയ നിലയിലുള്ള കൊപ്രയും നശിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ്. പച്ചത്തേങ്ങ സംഭരണ പദ്ധതി പ്രകാരം 2004 ഫെബ്രുവരി 23-നാണ് അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന KP മോഹനൻ ഡ്രയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 20 ലക്ഷത്തോളം രൂപ ചെലവിലാണ് കൃഷിവകുപ്പിന്റെയും കെയർഫെഡിന്റെയും ആഭിമുഖ്യത്തിൽ പ്രവൃത്തി ആരംഭിച്ചത്. ഉദ്ഘാടന ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ജനറേറ്ററിന്റെ സഹായത്തോടെ ഡ്രയർ പ്രവർത്തിച്ചത്. തുടർന്ന് വൈദ്യുതി ലഭിച്ചതോടെ ജില്ലയിലെ കർഷകരിൽ നിന്നും കൃഷിഭവൻ മുഖേന പച്ചത്തേങ്ങ സംഭരിച്ചു. പ്രവൃത്തി ആരംഭിച്ചതോടെ 15 HP വരുന്ന മോട്ടോർ പ്രവർത്തിച്ചു. കെട്ടിടത്തിന്റെ തറയ്ക്കും ഭിത്തിക്കും ക്ഷതം സംഭവിച്ചു.
ഇതോടെ യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഈ യൂണിറ്റ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ വൈദ്യുതിയിലും വിറകിലും പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുകയെന്ന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഘട്ടത്തിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കർഷകർ പറഞ്ഞു. ഇതോടെ കർഷകരിൽ നിന്നും സംഭരിച്ച പച്ചത്തേങ്ങ ഇവിടെ കിടന്ന് നശിച്ചു തുടങ്ങി. കൊപ്ര ഡ്രയർ തകരാറിലായ വിവരം കൃഷി ഫാം ഉദ്യോഗസ്ഥരും കർഷകരും കേരഫെഡിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ പറയുന്നു. തേങ്ങാ സംഭരണം മുടങ്ങിയതോടെ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ തേങ്ങ വെട്ടാനും ഉണക്കാനും നിയമിച്ച 15ഓളം താൽക്കാലിക തൊഴിലാളികൾക്കും ജോലിയില്ലാതായി. വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം തടയാൻ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ലെന്ന് കേരള കർഷക സംഘം ഭാരവാഹികൾ. കടന്നാക്രമണം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, വനസംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി മാർച്ച് 20-ന് കർഷകർ വടക്കൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം തടയാൻ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രാവർത്തികമായില്ലെന്നും കാട്ടാനശല്യം കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപകമാണെന്നും നിത്യേന വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകർ ഗുരുതര പ്രതിസന്ധിയിലാണെന്നും കേരള കർഷക സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വന്യമൃഗ ശല്യത്തിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കാനുള്ള പദ്ധതികൾ വിപുലപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ട മൂലധനം നിക്ഷേപിക്കാൻ സർക്കാർ നല്ല രൂപത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷിനാശം സംഭവിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. കാട്ടുമൃഗങ്ങൾക്ക് ജലമില്ലാത്ത അവസ്ഥയിലേക്ക് കാടിനെ ഇല്ലാതാക്കുന്ന വനം കയ്യേറ്റം തടയാൻ സർക്കാർ നടപടിയെടുക്കേണ്ടതാണ്. വനാതിർത്തി നിർണയം പൂർണ്ണതയിലേക്ക് എത്തിക്കണം. വന്യമൃഗാക്രമണം തടയാൻ സർക്കാർ നടപടിയെടുക്കണം. കർഷകരുടെ നഷ്ടത്തിന് മാന്യമായ പരിഹാരം നൽകണമെന്നും കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇൻഷൂർ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാത്തോട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് വകുപ്പിന്റെ നോർത്ത് വെസ്റ്റ് ഓഫീസിലേക്ക് കർഷകർ മാർച്ച് 20-ന് മാർച്ച് നടത്തും. ബേപ്പൂരിൽ പൊതുടാപ്പിലെ വെള്ളത്തിൽ ജീവിയുടെ അഴുകിയ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. കുടിവെള്ളത്തിൽ മാലിന്യം കണ്ടെത്തിയ ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് ഉപേക്ഷിച്ചു. സംഭരണി ശുചീകരിച്ചതിനു ശേഷം മാത്രം ജലവിതരണം തുടരാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബേപ്പൂർ മാറാട് കോയവളപ്പിൽ പൊതുടാപ്പിലെ കുടിവെള്ളത്തിനൊപ്പം നാട്ടുകാർക്ക് ലഭിച്ചത് ജീവിയുടെ അഴുകിയ അവശിഷ്ടങ്ങൾ. രാവിലെ കോയവളപ്പിലെയും 4 സെന്റിലെയും ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിച്ചപ്പോഴാണ് എലിയുടേതെന്ന് സംശയിക്കുന്ന രോമങ്ങളും മാംസഭാഗങ്ങളും ലഭിച്ചത്. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതറിഞ്ഞ് ഭീതിയിലായ ജനം പദ്ധതി വെള്ളം ഉപയോഗിക്കുന്നതും ഉപേക്ഷിച്ചു. മാറാട് കുടിവെള്ള പദ്ധതിയിലൂടെയാണ് കോയവളപ്പ് മേഖലയിലേക്ക് ജലവിതരണം നടത്തുന്നത്. സംഭരണിയിൽ എലി ചത്തു വീണതാകാമെന്നാണ് സംശയം. ഒട്ടേറെ പൊതു ടാപ്പുകളിലായി 100 കണക്കിന് കുടുംബങ്ങൾ പദ്ധതി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ പമ്പിംഗ് നടത്തിയ ഉടൻ വെള്ളം ശേഖരിക്കാനെത്തിയ വീട്ടമ്മയാണ് ടാപ്പിലൂടെ എത്തിയ വെള്ളത്തിൽ ജീവിയുടെ അവശിഷ്ടങ്ങൾ കണ്ടത്. വെള്ളം ഒഴിവാക്കി വീണ്ടും ശേഖരിച്ചപ്പോഴും ഇത് കാണപ്പെട്ടു. ഇതോടെ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തടിച്ചുകൂടിയവർ പരിശോധിച്ചപ്പോൾ കുടിവെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടു. ആശങ്കപ്പെട്ട നാട്ടുകാർ വിവരം കോർപ്പറേഷൻ അധികൃതരെയും അറിയിച്ചു. ഇത് ഞങ്ങൾ പറയാൻ കാരണം ഇവിടെ തീരപ്രദേശമാണ്, ഉപ്പുവെള്ളമാണ്. ഇത് വീണെന്ന് പറഞ്ഞിട്ടും ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഈ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാനാണ്. സംഭരണി ശുചീകരിച്ചു മാത്രമേ ജലവിതരണം പുനരാരംഭിക്കാവൂ എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360 8943-894-364. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സ്ഥാപിക്കാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ടെന്ന് കളക്ടർ UV ജോസ് IAS. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റ് ആൻഡ് ഷോ സ്ഥാപിക്കാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ടെന്ന് കളക്ടർ UV ജോസ്. കോർപ്പറേഷന്റെ അനുമതിയും സഹകരണവും ആവശ്യമുള്ളതിനാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ UV ജോസ്. നായ്ക്കളെ പിടികൂടി വന്ധീകരണം ചെയ്ത് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നടത്താനുള്ള 5 കേന്ദ്രങ്ങൾ ഒരു മാസത്തിനകം ആരംഭിക്കുമെന്നും ആകെ 9 ഉദ്ദേശിക്കുന്നതെന്നും കോട്ടയത്ത് നടത്തി വിജയിച്ച പരീക്ഷണമാണ് ഇവിടെയും നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മിഠായി തെരുവിൽ റോഡിന്റെ ഉപരിതലം മാറ്റിപ്പണിയുകയും കേബിളുകളും മറ്റു ലൈനുകളും ഭൂമിക്കടിയിലാക്കുകയും ചെയ്യുകയും കൂടാതെ സദാ വെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനവും ഒരുക്കുമെന്നും മാലിന്യ സംസ്കരണത്തിന് പദ്ധതി തയ്യാറാക്കുമെന്നും ഇപ്പോൾ ഞെളിയൻപറമ്പിൽ മാലിന്യം എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും ബാക്കി എവിടെ പോകുന്നുവെന്ന വിശദാംശം അന്വേഷണം നടത്തി കണ്ടെത്തുമെന്നും കാടുകളിൽ കൊണ്ടുപോയി തള്ളുകയാണോ എന്ന് പരിശോധിക്കും. ശുചിത്വ സാക്ഷരതാ പ്രവർത്തനം ആരംഭിക്കും. ഇതിന് പൊതുജന സഹകരണം അത്യാവശ്യമാണെന്നും കളക്ടർ പറഞ്ഞു. കോഴിക്കോടിനെ സ്പൈസസ് റൂട്ടിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കളക്ടർ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. വിനോദസഞ്ചാര വികസനത്തിന് ഹോം സ്റ്റേ പോലുള്ള താമസ സൌകര്യങ്ങൾ അത്യാവശ്യമാണ്. വിനോദസഞ്ചാരികൾ സ്ഥലം കാണാൻ മാത്രം വരുന്നവരല്ല, അവർക്ക് വേണ്ടത് നവ്യമായ അനുഭവങ്ങളാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളേക്കാൾ അവർ ഇഷ്ടപ്പെടുക ഹോം സ്റ്റേ പോലുള്ള സംവിധാനങ്ങളാണെന്നും അതുണ്ടെങ്കിൽ വിനോദസഞ്ചാരം സാധ്യമാകുകയുള്ളൂവെന്നും കളക്ടർ വിശദീകരിച്ചു. നഗരവികസനത്തിന് മുന്തിയ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ CMA പ്രസിഡന്റ് M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ ബാലൻ, ട്രഷറർ കൌശിക് സമ്പത്ത്, മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ VKS മേനോൻ, ജെയിംസ് തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവിതം തടവറകളിൽ തളയ്ക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ഫിറോസ് മർച്ചന്റ് എന്ന മനുഷ്യസ്നേഹി. പണമില്ലെന്ന കാരണത്താൽ ജയിലുകളിൽ നരകിക്കുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിക്കുകയെന്നത് ജീവിത നിയോഗമാണ് ഫിറോസ് മർച്ചന്റിന്. പിഴയടയ്ക്കാൻ പണമില്ലെന്ന ഒറ്റ കാരണത്താൽ തടവറയിൽ ഹോമിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ഫിറോസ് മർച്ചന്റിന് ജീവിത നിയോഗം. ഗൾഫിലെ വിവിധ ജയിലുകളിൽ ഈ വിധം കഴിഞ്ഞ 5500ഓളം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ സംതൃപ്തിയാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത്. കോഴിക്കോട് പൌരാവലിയുടെ ആദരമേറ്റുവാങ്ങുന്നതിനായി ഫിറോസ് മർച്ചന്റ് കോഴിക്കോട്ടെത്തി. UAE ജയിലുകളിൽ വിജയിച്ച ദൌത്യം ഇന്ത്യയിലും പരീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുംബൈയിലെ ജയിലുകളിൽ ഇങ്ങനെ കഴിയുന്നവരെ മോചിപ്പിക്കാൻ സന്നദ്ധത കാണിച്ച് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. ജാമ്യത്തുകയും പിഴയും നൽകുന്ന പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ നൽകുന്ന പട്ടിക പ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി 125 ശാഖകളുള്ള സ്വർണ്ണ വജ്ര ജ്വല്ലറി ശൃംഖലയുടെ ഉടമയായ ഫിറോസ് മർച്ചന്റിന് 2008 ഇത്തരമൊരു ആശയം മനസ്സിലുദിച്ചത്. UAE സാമ്പത്തിക മാന്ദ്യം പിടികൂടിയ കാലത്താണ് വിവിധ കാരണങ്ങളാൽ ജയിലിൽ കഴിയുന്നവരെക്കുറിച്ച് ഇദ്ദേഹം അറിയുന്നത്. തൊഴിൽ സ്ഥലത്ത് തന്റേതല്ലാത്ത കാരണത്താൽ ജയിലിൽ കാലങ്ങളായി കഴിയുന്നവരാണ് ഇവരിൽ പലരും. ജയിൽ പോലീസ് മേധാവികളെ കണ്ട് മനസ്സിലുദിച്ച ആശയം അവതരിപ്പിക്കുകയായിരുന്നു. മുംബൈയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് പ്യുവർ ഗോൾഡ് എന്ന ജ്വല്ലറി ശൃംഖലയുടെ അധിപനായി വളർന്നപ്പോഴും വന്ന വഴി മറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജീവിത വഴിയിൽ നേരിട്ട കഷ്ടപ്പാടുകളും ഇല്ലായ്മകളുമാണ് ഇത്തരമൊരു സാമൂഹിക സേവനത്തിന് പ്രേരണയായതെന്നും ഇദ്ദേഹം പറയുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീൻ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി TP അബ്ദുൽ മദനി ഉദ്ഘാടനം ചെയ്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി TP അബ്ദുൽ മദനി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷെരീഫ് മേലയിൽ, അബ്ദുൽ ലത്തീഫ് കരിയാലുങ്കൽ, ജലീൽ മാമങ്കര തുടങ്ങിയവർ സംബന്ധിച്ചു. സാംസ്കാരികമായ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുവാനുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ കാണിച്ചു തന്നിട്ടുള്ള കാര്യവും കൂടിയാണ്. ഒരു ആദർശ പ്രസ്ഥാനം സജീവമായി സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന ആദർശങ്ങൾ എന്താണോ ആളുകളെ അത് നിരന്തരം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും അന്വേഷണങ്ങളും സംവാദങ്ങളും നിരീക്ഷണങ്ങളും വിമർശനങ്ങളും അപഗ്രഥനങ്ങളും കോഴിക്കോട് കടപ്പുറത്തൊരു ഭാരമായി പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നഗരസഭ പണിതുയർത്തിയ ഹെൽത്ത് ക്ലബ്ബാണ് പൂർണ്ണമായും നശിച്ച നിലയിൽ നിലകൊള്ളുന്നത്. 1993 കോഴിക്കോട് ബീച്ച് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു ഹെൽത്ത് ക്ലബിന് നഗരസഭ തുടക്കം കുറിച്ചത്. നിത്യേന നിരവധി പേർ സന്ദർശിക്കുന്ന കോഴിക്കോട് ബീച്ചിന് ഒരു അലങ്കാരവും അഭിമാനവുമായിരുന്നു ഈ ഹെൽത്ത് ക്ലബ്. എന്നാൽ ഇന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം മാത്രമായി നിലകൊള്ളുന്നത് തികച്ചും ദയനീയമായ ഒരു കാഴ്ചയാണ്.
ക്ലബിനകത്തുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണിതുയർത്തുമ്പോഴുണ്ടായ ആവേശം തുടർന്നിരുന്നെങ്കിൽ നാടിനൊരു ഹെൽത്ത് ക്ലബ് എന്നത് ഒരു അഹങ്കാരമായി ഇന്നും കാണേണ്ടതായിരുന്നു. വർഷങ്ങളേറെയായി ഈ കെട്ടിടം ഒരേ അവസ്ഥയിൽ നിലകൊള്ളുകയാണ്. ഹെൽത്ത് ക്ലബിന്റെ പുനർനിർമ്മാണം ആരംഭിക്കുമെന്നും വീണ്ടും പ്രവർത്തന സജ്ജമായ ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ടാവുമെന്നും അധികൃതർ പറയുന്നു. എന്നാൽ അത് സംരക്ഷിച്ചു നിലനിർത്താനുള്ള മാർഗവും അതോടൊപ്പം കാണേണ്ടതാണ്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തിയാകുന്നു. 70 ലക്ഷം രൂപയാണ് നിർമ്മാണത്തുക. ഒരു മാസത്തിനകം ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തിയാകുന്നു. 70 ലക്ഷം രൂപയാണ് നിർമ്മാണത്തുക. ഒരു മാസത്തിനകം ഓഡിറ്റോറിയം ഉപയോഗസജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം പണികൾ പൂർത്തിയാകുന്നു. 70 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്കൂൾ മുറ്റത്ത് സ്റ്റേജും ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നത്. 60 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലുമുള്ള ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂരയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. നിലം ഇന്റർലോക്ക്, കട്ടപാകലും സ്റ്റേജിന്റെ പൂർത്തീകരണ പണികളുമാണ് ഇനി ബാക്കിയുള്ളത്. ഇതുടൻ പൂർത്തിയാക്കി ഒരു മാസത്തിനകം ഓഡിറ്റോറിയം ഉപയോഗസജ്ജമാക്കാനാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നത്. PWD ബിൽഡിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. സ്കൂൾ അസംബ്ലി അടക്കമുള്ള ചടങ്ങുകൾ നടത്താൻ മതിയായ സൗകര്യമില്ലാത്തത് ചൂണ്ടിക്കാട്ടി PTA സമർപ്പിച്ച നിവേദനം പരിഗണിച്ച് മുൻ MLA എളമരം കരീമാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിനായി ഫണ്ട് അനുവദിച്ചത്. തളിക്കുളങ്ങര ALP സ്കൂളിന്റെ 99ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബാലോത്സവം നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി സിനി ആർട്ടിസ്റ്റ് കോഴിക്കോട് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാങ്കാവ് തളിക്കുളങ്ങര ALP സ്കൂളിന്റെ 99ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബാലോത്സവം സംഘടിപ്പിച്ചു. പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ പഠന പാഠ്യേതര അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രദേശവാസികൾ മൊത്തം ഒത്തുകൂടി പ്രദേശത്തെ 7 അംഗനവാടിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബാലോത്സവം നടത്തുന്നത്. PTA, MPTA, SMC പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാലോത്സവം നടത്തിയത്. PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് കോഴിക്കോട് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു കാണുന്നു, കുട്ടികൾ നോക്കാൻ പോലും ആളുകളില്ലാതെ വലിയ വലിയ സ്കൂളുകളാണ് നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം തിരിച്ചെത്തിക്കോളും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ധൈര്യമില്ലാതെ പറഞ്ഞു വിടുകയാണ് കാരണം ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു പേടിക്ക് ഒരു അവകാശവുമില്ല. നിങ്ങളുടെ മുറ്റത്ത് തന്നെയുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനം, അവിടെയുള്ള കുട്ടികൾക്കുള്ള രക്ഷ കൂടി നമ്മൾ കണ്ടുകൊണ്ട് വേണം വിദ്യാഭ്യാസത്തിന് അവരെ പറഞ്ഞയക്കാൻ. ഹെഡ്മാസ്റ്റർ അബൂബക്കർ P, N അബ്ദുറഹീം, മുല്ലശ്ശേരി ഗംഗാധരൻ, ഷിനോജ് കുമാർ, വെളുത്തേടത്ത് പ്രഭാകരൻ, സക്കീർ, T വസന്തകുമാർ, PM കോയ, വേലുക്കണ്ടിദാസൻ, സിജി, ബഷീർ പട്ടേൽ താഴം, കോയാമോൻ, ഓമന മധു, ജാഫർ കോഴിക്കോടൻ, രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അത്യാധുനിക ദന്തചികിത്സയും പരിചരണവും ഇനി ബേപ്പൂരിലും. ഹാപ്പി ടീത്ത് ദന്താശുപത്രി മാഹി CDA ഗോഡൌണിന് സമീപം പ്രവർത്തനം തുടങ്ങി. ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. വേര് ചികിത്സ, മോണരോഗ ചികിത്സ, ബ്ലീച്ചിംഗ്, ടൂത്ത് എക്സ്ട്രാക്ഷൻ, കുട്ടികളുടെ ദന്തചികിത്സ, ഡെന്റൽ ഇംപ്ലാന്റ് എന്നീ ആധുനിക ചികിത്സകളും വിദഗ്ധരായ ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന പരിപാടിയിൽ T അനിൽകുമാർ, C സുധാകരൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവീസ് ബുക്ക് കാണാതായ സംഭവത്തെ തുടർന്ന് ജീവനക്കാരിക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷൻ DDA ഉപരോധിച്ചു. $30,20,000 രൂപയുടെ നിരോധിത കറൻസിയുമായി മൂവർ സംഘം കൊടുവള്ളിയിൽ പോലീസ് പിടിയിലായി. സ്വർണ്ണ വ്യാപാരികൾക്കുമേൽ പർച്ചേസ് ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് അന്യായമാണെന്ന് കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. വാണിജ്യ നികുതി നിയമലംഘനമാണിതെന്നും കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.
Aster Mims, Calicut and Kotical. We will treat you.